ഇസ്മയിൽ ഹാനിയുടെ കൊലപാതകത്തിന് പിന്നാലെ സംഘടനയുടെ രാഷ്ട്രീയ വിഭാഗം ചുമതല യഹ്യ സിൻവാറിന് കൈമാറിയിരിക്കുകയാണ് ഹമാസ്. ഒക്ടോബർ 7 ഇസ്രയേലിനെതിരെ നടത്തിയ പോരാട്ടത്തിന്റെ ബുദ്ധികേന്ദ്രമാണ് ഹമാസിന്റെ ഗസ വിഭാഗം ചുമതലയുള്ള യഹ്യ സിൻവാർ. ഹമാസിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് യഹ്യ സിൻവാർ. പ്രസ്ഥാനത്തിലെ ഏറ്റവും കരുത്തനായ നേതാവും ഹമാസ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ തലവനായിരുന്ന സിൻവാർ 23 വർഷം ഇസ്രയേൽ തടവിലായിരുന്നു. 2011 1000 ഫലസ്തീനി തടവുകാരെ ഇസ്രയേലിന് മോചിപ്പിക്കേണ്ടി വന്നു. പുറത്തിറങ്ങിയവരുടെ കൂട്ടത്തിൽ ഒരാൾ യഹ്യ സിൻവാർ ആയിരുന്നു. മോചിതനായ ശേഷം ഹമാസിന്റെ നേതൃനിരയിൽ തന്നെ ഏറ്റവും ശക്തനായ വ്യക്തിത്വമായി അതിവേഗമാണ് സിൻവാർ മാറിയത്. 2012 അദ്ദേഹം സംഘടനയുടെ രാഷ്ട്രീയ വിഭാഗം മേധാവിയായി തെരഞ്ഞെടുക്കപ്പെടുകയും സായുധ വിഭാഗമായ ഖസാം ബ്രിഗേഡിന്റെ പ്രവർത്തനം ഏകോപിപ്പിക്കുകയും ചെയ്തു. 2014 നടന്ന 7 ആഴ്ചകൾ നീണ്ട ഇസ്രയേലുമായുള്ള ഏറ്റുമുട്ടലിൽ പ്രധാന രാഷ്ട്രീയ സൈനിക പങ്കുവഹിച്ചതും സിൻവാർ ആയിരുന്നു. സിൻവാർ ചുമതലയേൽക്കുമ്പോൾ തികഞ്ഞ ആശങ്കയോടെയാണ് ഇസ്രയേൽ വീക്ഷിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇസ്രയേലിന്റെ ആശങ്കയെന്ന് വിശദീകരിക്കും BK സുഹായ്. രേഷ്മ, ഈ ഒക്ടോബർ 7 ഗസ യുദ്ധം ആരംഭിച്ചത് മുതൽ 11 മാസം. ഈ 11 മാസത്തിനിടയിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും അതേപോലെ തന്നെ IDF-ന്റെ മേധാവികളും ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രിയും ഇവരെല്ലാം നിരന്തരമായി ആവർത്തിക്കുന്ന ഹമാസിന്റെ ഒരേ ഒരു നേതാവിൻ്റെ പേരുണ്ട്. അത് യഹ്യ സിൻവാർ എന്നുള്ളത് മാത്രമാണ്. ബാക്കിയുള്ള നേതാക്കളെയെല്ലാം വിട്ടുകൊണ്ട് യഹ്യ സിൻവാറിനെ ഞങ്ങൾ ഇല്ലാതെയാക്കും എന്ന് അവർ ഇതിനു മുമ്പ് തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് യഹ്യ സിൻവാറിൻ്റെ പ്രാധാന്യം എന്ന് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പലപ്പോഴും വന്നിട്ടുള്ള ഒരു വിശകലനം എന്ന് പറയുന്നത് ഈ യുദ്ധം എങ്ങനെ ഇസ്രായേൽ അവസാനിപ്പിക്കും എന്നുള്ളതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരമായി ഇസ്രായേലിൻ്റെ കയ്യിലുള്ള ഒരു ഉപാധി എന്ന് പറയുന്നത് യഹ്യ സിൻവാറിനെ വധിച്ച് ആ ഫോട്ടോ ഒരു വിക്ടറി ഇമേജായി കാണിക്കുക എന്നുള്ളതാണ്. അതായത് യഹ്യ സിൻവാറിനെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഈ യുദ്ധത്തിൽ തന്നെ ഇസ്രായേൽ വിജയിച്ചു എന്നുള്ളതിന് ലോകത്തിനു മുമ്പിൽ കാണിച്ചു കൊടുക്കാൻ പറ്റാവുന്ന ഒരു ഇമേജാണ് അത് എന്ന് ഇസ്രായേലിനറിയാം. അപ്പോൾ ഈ യഹ്യ സിൻവാറിൻ്റെ തലക്ക് അത്രത്തോളം മൂല്യം ഇസ്രായേൽ കൽപ്പിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത്. എന്തുകൊണ്ടാണ് യഹ്യ സിൻവാറിനെ ഇത്രയേറെ ഇസ്രായേൽ ഭയക്കുന്നത്? എന്തുകൊണ്ടാണ് യഹ്യ സിൻവാറിന് ഇത്രത്തോളം പ്രാധാന്യം ഇസ്രായേൽ കൽപ്പിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിന് ഏറ്റവും ഒടുവിലുള്ള ഉദാഹരണം എന്ന് പറയുന്നത് ഒക്ടോബർ 7 ആക്രമണം തന്നെയാണ്. ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിൽ നടത്തിയിട്ടുള്ള ഈ ആക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരകൻ അത് യഹ്യ സിൻവാറാണ് എന്നാണ് ഇസ്രായേൽ തന്നെ കരുതുന്നത്. ഷിൻബെറ്റ് എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗത്തെയും അതേപോലെ തന്നെ മൊസാദ് എന്ന് പറയുന്ന അന്താരാഷ്ട്ര തലത്തിലുള്ള ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ സംവിധാനങ്ങളെയും അതേപോലെ തന്നെ അവരുടെ എല്ലാവിധ സാങ്കേതിക വിദ്യയും ലോകത്തേക്ക് മുഴുവൻ കയറ്റുമതി ചെയ്യുന്ന രഹസ്യാന്വേഷണ സാങ്കേതിക വിദ്യകളെയും അട്ടിമറിച്ചുകൊണ്ട് അതിനെയെല്ലാം പൊളിച്ചുകൊണ്ടാണ് ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിൽ ആക്രമണം നടത്തിയത്. അത് ഇസ്രായേലിനെ തന്നെ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ തന്നെ അത്രയും വലിയ ഒരു ആക്രമണം അവർ നേരിട്ടിട്ടില്ല. ഈ ആക്രമണത്തിൻ്റെ സൂത്രധാരൻ അത് യഹ്യ സിൻവാർ ആയിരുന്നു എന്ന് മാത്രമല്ല, ഇസ്രായേലിന് ഏറ്റവും വലിയ നാണക്കേടുണ്ടായി എന്ന് മാത്രമല്ല, നിരവധി ബന്ദികളെ ഹമാസിന് ലഭിക്കുകയും ചെയ്ത ആ ഒരു സംഭവത്തിൻ്റെ മുഖ്യ സൂത്രധാരകൻ എന്ന് മാത്രമല്ല, അതുമുതൽ ഇതുവരെ പോരാട്ടത്തിൽ ഹമാസ് തുടരുകയുമാണ്. അപ്പോൾ ഗസയിൽ ഹമാസിന് നേതൃത്വം നൽകുന്ന ഗസയിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അതിൻ്റെ ഈ ഹമാസിന് പലതരത്തിലുള്ള വിങ്ങുകളും ഉണ്ട് എങ്കിൽ പോലും ഗസയിൽ ഇപ്പോൾ കഴിഞ്ഞ 11 മാസമായി ഹമാസ് തുടരുന്ന വലിയ ചെറുത്തുനിൽപ്പ് എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ രേഖപ്പെടുത്താൻ പോകുന്ന ചെറുത്തുനിൽപ്പാണ്. കാരണം ലോകത്തെ ഏറ്റവും വലിയ ആയുധശേഖരവും സാമ്പത്തിക ശക്തിയുമുള്ള അമേരിക്ക എല്ലാവിധ പിന്തുണയും നൽകുന്ന ഒരു യുദ്ധം, മറുഭാഗത്ത് ഞാനീ നേരത്തെ പറഞ്ഞതുപോലെയുള്ള എല്ലാവിധ രഹസ്യാന്വേഷണ സംവിധാനങ്ങളുമുള്ള ഇസ്രായേൽ, ഈ 2 സംവിധാനങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് നടത്തുന്ന ഒരു യുദ്ധമാണ് യഥാർത്ഥത്തിൽ ഗസക്കുമേൽ ഇസ്രായേൽ 11 മാസമായി തുടരുന്നത് എന്ന് നമുക്കറിയാം. ഈ യുദ്ധത്തിൽ ഇപ്പോഴും ചെറുത്തുനിൽപ്പ് നടത്തുന്ന ഒരു സംഘമാണ് ഹമാസ് എന്ന് പറയുന്നത്. അമേരിക്കയിലെ CNN കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു. അമേരിക്കയും ഇസ്രായേലുമെല്ലാം നമ്മോട് പറയുന്നത് ഹമാസിനെ ഇല്ലാതാക്കി കഴിഞ്ഞു, ഇനി ചെറിയ ബറ്റാലിയനുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് എന്നാണെങ്കിൽ ഈ 10 മാസത്തെ ഒരു അനുഭവം വെക്കുമ്പോൾ അവർ കൂടുതൽ ശക്തി ആർജിക്കുകയാണ്. പല മേഖലകളിലും അവർ ഒരിക്കലും നശിച്ചിട്ടില്ല. അവർ കൂടുതൽ കരുത്തോടു കൂടി പല മേഖലകളിലും ശക്തി ആർജിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്ന് CNN വ്യക്തമായി തന്നെ അവരുടെ പ്രത്യേക ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിൽ പറയുകയാണ്. അപ്പോൾ ഈ 11 മാസം ചെറുത്തുനിന്നു എന്ന് മാത്രമല്ല, ഇപ്പോഴും കരുത്തോടു കൂടി അവിടെ നിൽക്കാൻ അതിന് ശക്തി നൽകുന്നത്
അതിന് നേതൃത്വം നൽകുന്നത് യഹിയ സിൻവാറാണ് എന്നുള്ളതാണ്. അപ്പോൾ ഒക്ടോബർ 7 ഒരു ആക്രമണം നടത്തി തിരിച്ചു വരിക എന്നുള്ളതല്ല, 11 മാസമായി ആ ബന്ദികളെ എവിടെയാണ് എന്ന് നമുക്കറിയില്ല. അങ്ങനെ ആർക്കും അറിയാത്ത രൂപത്തിൽ ഇസ്രായേലിനും അമേരിക്കക്കും അവരുടെ ചാര കണ്ണുകൾക്കും കഴിയാത്ത രൂപത്തിൽ അവരെ സംരക്ഷിച്ചു നിർത്തുക, അതോടൊപ്പം തന്നെ മറുഭാഗത്ത് പോരാട്ടം നയിക്കുക. നമുക്കറിയാമല്ലോ, ഈ വെടിനിർത്തൽ ഉണ്ടായ സമയത്തെല്ലാം എവിടെ നിന്നാണ് ഹമാസിൻ്റെ പോരാളികൾ പൊങ്ങി വന്നത് എന്നത് ഒരു അത്ഭുതകരമായൊരു കാഴ്ചയായിരുന്നു. ബന്ദികളെയും കൊണ്ടാണ് അവർ വന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു ആസൂത്രണത്തിൻ്റെ മുഖ്യ സൂത്രധാരൻ എന്നുള്ളത് തന്നെയാണ് യഹിയ സിൻവാറിനെ ഇസ്രായേലിന് ഏറ്റവും കൂടുതൽ കണ്ണിലെ കരടാക്കി മാറ്റി നിർത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ യഹിയ സിൻവാറിൻ്റെ ഒരു രീതിശാസ്ത്രം എന്ന് പറയുന്നത് മരണത്തെ ഭയമില്ലാതെ പോരാടുക എന്നുള്ളതാണ്. ഹമാസിൻ്റെ മുദ്രാവാക്യം തന്നെ അതാണെങ്കിൽ പോലും മറ്റു നേതാക്കളിൽ നിന്നും വ്യത്യസ്തമായി അപമാനിക്കപ്പെട്ടുകൊണ്ടും അതേപോലെ തന്നെ അധിനിവേശത്തിൻ്റെ നുകം ചുമന്നുകൊണ്ടും ജീവിക്കേണ്ടതില്ല. അതിനേക്കാൾ നല്ലത് രക്തസാക്ഷിത്വമാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന വ്യക്തിയാണ് യഹിയ സിൻവാർ. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഏറ്റവും ഊർജ്ജസ്വലവും അതേപോലെ തന്നെ ഏറ്റവും കടുത്തതുമായ തീരുമാനങ്ങൾ എപ്പോഴും എടുത്തിട്ടുള്ളത് യഹിയ സിൻവാർ ആയിരുന്നു. നമുക്കറിയാം, ഇപ്പോൾ പൊതുവെ ഹമാസിൻ്റെ മേധാവിയായി അറിയപ്പെടുകയും ലോകതലത്തിലുള്ള വെടിനിർത്തൽ ചർച്ചകൾക്ക് നേതൃത്വം നൽകുകയും എല്ലാം ചെയ്തിരുന്നത് കൊല്ലപ്പെട്ട ഇസ്മായിൽ ഹനിയെ ആയിരുന്നു. എങ്കിൽ പോലും അന്ന് വന്നിരുന്ന ഒരു റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് ഈ ഹമാസ് മേധാവിയായി പൊളിറ്റിക്കൽ മേധാവിയായിട്ടുള്ള ഇസ്മായിൽ ഹനിയക്ക് ഒരു തീരുമാനം എടുക്കണമെങ്കിൽ ആ തീരുമാനം യഹിയ സിൻവാറിൽ നിന്നും ഗസയിൽ നിന്ന് അതിന് പച്ചക്കൊടി കിട്ടിയാൽ മാത്രമേ ആ തീരുമാനങ്ങൾ മുന്നോട്ട് പോകൂ എന്നുള്ളതായിരുന്നു അന്ന് തന്നെ പറഞ്ഞിരുന്നൊരു കാര്യം. കാരണം ഈ യുദ്ധത്തിന് നേതൃത്വം നൽകുന്നത്, സൈനികമായി നേതൃത്വം നൽകുന്നത് യഹിയ സിൻവാറാണ്. അതുകൊണ്ട് പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ബുദ്ധിമുട്ടുകൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. കാരണം യഹിയ സിൻവാറുമായി ഇസ്മായിൽ ഹനിയക്ക് നേരിട്ട് സംഭാഷണം നടത്താൻ സാധിക്കില്ല. അതിന് പലതരത്തിലുള്ള മറ്റു സാങ്കേതിക വിദ്യകളാണ് അവർ ഉപയോഗിച്ചിരുന്നത്, അവർ അറിയാതെ അങ്ങോട്ട് സന്ദേശം കൈമാറുന്ന രീതികൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്മായിൽ ഹനിയക്ക് പോലും ഒരു കാര്യം തീരുമാനിക്കണമെങ്കിൽ യഹിയ സിൻവാർ സമ്മതം മൂളേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ആ യഹിയ സിൻവാറാണ് ഇപ്പോൾ എല്ലാത്തിൻ്റെയും മേധാവിയായി, പൊളിറ്റിക്കൽ ബ്യൂറോയുടെ മേധാവിയായി ഇപ്പോൾ എത്തുന്നത് എന്ന് പറയുമ്പോൾ ഹമാസിൻ്റെ തീരുമാനങ്ങളിലും അതേപോലെ തന്നെ ഹമാസിൻ്റെ നയനിലപാടുകളിലും ഒരുപക്ഷെ കുറച്ചുകൂടി കാർക്കശ്യം അല്ലെങ്കിൽ കുറച്ചുകൂടി വലിയ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ടുകൂടിയാണ് യഹിയ സിൻവാറിനെയും അതേപോലെ തന്നെ ഹമാസിനെയും ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് പ്രത്യേകമായ ഒരു അജണ്ടയാണ് എന്ന് ഇപ്പോൾ ഇസ്രായേൽ പറയാനുള്ള ഒരു കാരണം. നമുക്ക് ചരിത്രത്തിൽ പരിശോധിച്ചാൽ തന്നെ നമുക്ക് കാണാൻ കഴിയും, 2017 ഗസയിലെ ഹമാസിൻ്റെ നേതൃത്വത്തിലേക്ക് യഹിയ സിൻവാർ എത്തുന്നത്. അതുവരെ 10-22 വർഷക്കാലം ഇസ്രായേലിൻ്റെ ഇരുമ്പഴിക്കുള്ളിൽ ജയിലിനുള്ളിൽ കഴിഞ്ഞിട്ടുള്ള ഒരു നേതാവ്. നമുക്കറിയാം, യഹിയ സിൻവാറിൻ്റെ ജനനം തന്നെ അഭയാർത്ഥി ക്യാമ്പിലാണ്. ഒരു വലിയ തലമുറ ഇസ്രായേലിൻ്റെ കൊടിയ മർദ്ദനങ്ങൾക്കും അതേപോലെ തന്നെ അധിനിവേശത്തിനും വിധേയമായ ഒരു കുടുംബമാണ്. ആ കുടുംബത്തിൽ പിറക്കുന്നു. പിറന്നതിന് ശേഷം എല്ലാം കാണുന്നത് ദുരിതങ്ങളും സങ്കടങ്ങളും അതേപോലെ തന്നെ ഇസ്രായേലിൻ്റെ അധിനിവേശവുമാണ്. അങ്ങനെ പഠനം കഴിഞ്ഞ് പോരാട്ടത്തിലേക്ക് ഇറങ്ങുമ്പോൾ, സ്വന്തം നാടിൻ്റെ വിമോചനത്തിനു വേണ്ടി ഇറങ്ങുമ്പോൾ പിടിക്കപ്പെടുന്നു. ദീർഘകാലം പലതവണ ജയിലുകളിൽ കഴിയുന്നു. ആ ജയിലുകളിൽ ക്രൂരമായി മർദ്ദിക്കുന്നു. അപ്പം അതിനുശേഷം പുറത്തേക്ക് വന്ന ഘട്ടത്തിൽ ഈ ക്രൂരതകൾക്ക് മുഴുവനും മറുപടി നൽകണം എന്നുള്ളത് തന്നെയായിരുന്നു യഹിയ സിൻവാറിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം, അതിനുവേണ്ടി ഏതറ്റം വരെയും പോവുക എന്നുള്ളത് തന്നെയാണ് യഹിയ സിൻവാർ പിന്നീട് മുന്നോട്ട് വെച്ചത്. ഈ ഘട്ടത്തിലാണ് പലതരത്തിലുള്ള ആക്രമണങ്ങൾ. നമുക്കറിയാം, ഇപ്പോൾ ഈ ഹമാസിനെ തന്നെ നിലനിർത്തുന്നത് അവിടെയുള്ള പലതരത്തിലുള്ള സ്ട്രാറ്റജികളാണ്. അതിൽ ഏറ്റവും പ്രധാനം ഈ തുരങ്ക ശൃംഖലയാണ് എന്ന് നമുക്കറിയാം. ആ തുരങ്ക ശൃംഖലയെ വികസിപ്പിച്ചെടുക്കുന്നതിൽ പ്രധാനപ്പെട്ട റോൾ വഹിച്ച 1-2 വ്യക്തികളെ പറയുമ്പോൾ അതിൽ സ്വാഭാവികമായും യഹിയ സിൻവാറിൻ്റെ പേരുമുണ്ടാകും. ഈ തുരങ്ക ശൃംഖലയിൽ കിലോമീറ്ററുകളോളം, വലിയ നൂറുകണക്കിന് മൈലുകളാണ് ഈ തുരങ്ക ശൃംഖലയുള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ. ഈ തുരങ്ക ശൃംഖല മുഴുവനും വികസിപ്പിക്കുന്നതിലും അവിടെ വെച്ചുകൊണ്ട് ദീർഘകാലം 10-11 വർഷവും യുദ്ധം ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതുമെല്ലാം അതിൻ്റെ പിന്നിലെ എല്ലാം ബുദ്ധി യഥാർത്ഥത്തിൽ യഹിയ സിൻവാറാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ തരത്തിൽ കൊടിയ മർദ്ദനങ്ങളും ദുരിതങ്ങളും അനുഭവിച്ച ഒരു തലമുറയെ അല്ലെങ്കിൽ ഒരു വലിയ ജനവിഭാഗത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാനുള്ള ആശയങ്ങൾ എന്തൊക്കെയാണ് എന്ന് മുന്നോട്ട് വെക്കുകയും അതിന് പ്രായോഗികമായിട്ടുള്ള സൈനികമായിട്ടുള്ള നടപടികൾ എടുക്കുകയും ചെയ്തു എന്നുള്ളത് തന്നെയാണ് യഹിയ സിൻവാറിനെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാക്കുന്നത്. അപ്പോൾ മുൻകാല നേതാക്കളിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോൾ
അഹമ്മദ് യാസീനെ പോലെയുള്ള റന്ദീസിയെ പോലെ ഉള്ള ആളുകൾ ഇവരെല്ലാം തന്നെ ഹമാസിൻ്റെ നേതൃത്വത്തിലേക്ക് വരികയും അവർ ഇസ്രായേലിൻ്റെ ആയുധങ്ങൾ കൊണ്ട് കൊല്ലപ്പെടുകയുമാണ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായും യഹ്യ സിൻവാർ ഏത് ഘട്ടത്തിലും ഒരു രക്തസാക്ഷിത്വം പ്രതീക്ഷിച്ച് തന്നെയാണ് ജീവിക്കുന്നത് എന്ന് നമുക്കറിയാം. പക്ഷേ അതിനിടയിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഹമാസ് നേതാക്കൾ എല്ലാവരും ആലോചിച്ചിട്ടുള്ളൊരു കാര്യം. ആ സന്ദർഭത്തിൽ ഇപ്പോഴുള്ള ഈ യുദ്ധത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യത്തിൽ തീർച്ചയായും ഇനിയുള്ള നിലപാടുകൾ എടുക്കുന്നതിൽ, തീരുമാനങ്ങൾ എടുക്കുന്നതിൽ യഹ്യ സിൻവാറിന് തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ പ്രാധാന്യമുണ്ടാവുക. അതെങ്ങനെയായിരിക്കും ഇനി പ്രതിഫലിക്കാൻ പോകുന്നത് എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. സുഹൈൽ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ വരും ദിവസങ്ങളിൽ ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഏറെ നിർണായകമാണ്. അതായത് ഇപ്പോൾ പരസ്യമായി തന്നെ ഒരു കൊലവിളി നടത്തുന്ന ഇസ്രയേലിൻ്റെ പ്രതികരണം കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എക്സിൽ ഇസ്രയേലിൻ്റെ തന്നെ വിദേശകാര്യ മന്ത്രിയാണ് പ്രതികരണം നടത്തിയത്. അതായത് അദ്ദേഹം പറഞ്ഞത് പുതിയ ഹമാസ് മേധാവിയെ ഉടനടി ഇല്ലാതാക്കുമെന്നാണ്. അങ്ങനെ പരസ്യമായി തന്നെ ഒരു കൊലവിളി പ്രസംഗം, ഒരു ആഹ്വാനം നടത്തിയിരിക്കുന്നു. അതിനെതിരെയും വലിയ പ്രതികരണങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതുമാത്രമല്ല, പശ്ചിമേഷ്യ ഒന്നാകെ ഒരു യുദ്ധഭീതിയിൽ നിൽക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പുതിയ സ്ഥാനം ഏത് തരത്തിലാണ് ഈ മുന്നോട്ടുള്ള വെടിനിർത്തൽ ചർച്ചകളെയൊക്കെ എങ്ങനെ സ്വാധീനിക്കും, അതിൽ എന്തൊക്കെ തീരുമാനങ്ങളാണ് എടുക്കുക എന്നുള്ളതൊക്കെ വളരെ ആകാംക്ഷാപൂർവ്വമാണ് എല്ലാവരും നോക്കിക്കാണുന്നത്.